ഹലോ, PSC പെർഫെക്റ്റ് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള GKയുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. GKയിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരുമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇന്ന് ഇന്ത്യൻ ജോഗ്രഫിക്കകത്തെ 100 ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിലെ നദികൾ എന്നുള്ള ഒരു പോർഷനുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് പോയിട്ടില്ല, അത്യാവശ്യം അറിയേണ്ട 100 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇത്രയും എന്തായാലും അറിഞ്ഞിരിക്കണം. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യണം. പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി ചിലതിനകത്ത് ലെറ്റേഴ്സ് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിനകത്ത് വീഡിയോ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ 1050 1080 അങ്ങനെ വരെ എങ്ങാണ്ട് വീഡിയോ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. ആ ഓപ്ഷൻ നോക്കിയിട്ട് വീഡിയോ ക്വാളിറ്റി കൂട്ടി കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും ഇന്ത്യയിലെ നദികളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികളെന്ന് അറിയപ്പെടുന്നത് കേട്ടോ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ 3 നദികളാണ് ഹിമാലയൻ നദികൾ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഗംഗാ നദിയുടെ നീളം ആൻസർ 2525 കിലോമീറ്റർ. ഗംഗാ നദിയുടെ നീളമാണ് 2525 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ആൻസറാണ് ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ആൻസറാണ് യമുന. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. പോഷക നദി എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡാണ് ട്രിബ്യൂട്ടറി. നെക്സ്റ്റ് വൺ, ഗംഗയുടെ ഏറ്റവും വലിയ ഉപദ്വീപീയ പോഷക നദി. ഗംഗയുടെ ഏറ്റവും വലിയ ഉപദ്വീപീയ പോഷക നദി ആൻസറാണ് സോൺ. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഗോമുഖ്, ഉത്തരാഖണ്ഡ്. ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്ന പേര് ആൻസറാണ് ഭഗീരഥി. ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്ന പേരാണ് ഭഗീരഥി. ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാം? ആൻസർ യമുന, ഗോമതി, കോസി, സോൺ, രാംഗംഗ. ഗംഗയുടെ പ്രധാന പോഷക നദികളാണ് യമുന, ഗോമതി, കോസി, സോൺ, രാംഗംഗ. ഭഗീരഥി നദി അളകനന്ദിയുമായി കൂടിച്ചേരുന്ന സ്ഥലം. ഭഗീരഥി നദി അളകനന്ദിയുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. യമുന ഗംഗാ നദിയുമായി കൂടിച്ചേരുന്ന സ്ഥലം ആൻസർ പ്രയാഗ്. യമുന ഗംഗാ നദിയുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് പ്രയാഗ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ആൻസർ ഉത്തർപ്രദേശ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ആൻസറാണ് പട്ന, വാരണാസി, ഹരിദ്വാർ, പ്രയാഗ്. ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ് പട്ന, വാരണാസി, ഹരിദ്വാർ, പ്രയാഗ്. ഫറാഖ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഗംഗാ നദി. ഫറാഖ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ആൻസർ പത്മ, മേഘ്ന. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് പത്മ, മേഘ്ന. ഗംഗ ആക്ഷൻ പ്ലാൻ അവതരിപ്പിച്ചത് ഏതു വർഷം? ആൻസർ 1986. ഗംഗ ആക്ഷൻ പ്ലാൻ അവതരിപ്പിച്ചത് 1986. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്തായിരുന്നു? ആൻസർ രാജീവ് ഗാന്ധി. ഗംഗ നദീജല കരാർ ഒപ്പുവെച്ച വർഷം? ആൻസർ 1996. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലായിരുന്നു ഗംഗാ നദീജല കരാർ ഒപ്പുവെച്ചത്. ഗംഗാ നദിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതി? ആൻസർ നമാമി ഗംഗ. ഗംഗാ നദിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നമാമി ഗംഗ. നമാമി ഗംഗ പ്ലാൻ നടപ്പാക്കിയ വർഷം? ആൻസർ 2014. നമാമി ഗംഗ പ്ലാൻ നടപ്പാക്കിയ വർഷമാണ് 2014. നമാമി ഗംഗ പ്ലാൻ നടപ്പാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നമാമി ഗംഗ പ്ലാൻ നടപ്പാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി.
പാപനാശിനി ജാഹ്നവി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. പാപനാശിനി ജാഹ്നവി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഗംഗ. ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം. ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം. ആൻസറാണ് വാൽമീകി ദേശീയോദ്യാനം. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം. ആൻസറാണ് 2008 നവംബർ 4. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമാണ് 2008 നവംബർ 4. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം. ആൻസറാണ് ഗംഗാ ഡോൾഫിൻ. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ് ഗംഗാ ഡോൾഫിൻ. ഹിമാലയത്തിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന പ്രധാന നദി. ആൻസർ സിന്ധു. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം. ആൻസറാണ് ലഡാക്ക്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. ആൻസറാണ് സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം. ആൻസർ മാനസ സരോവർ. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ടിബറ്റിലെ മാനസ സരോവർ. സിന്ധു നദിയുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം. ആൻസർ ലഡാക്ക്. സിന്ധു നദിയുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടമാണ് ലഡാക്ക്. പാകിസ്ഥാനിലെ ഏറ്റവും വലുതും പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതുമായ നദിയാണ്. ആൻസർ സിന്ധു. പാകിസ്ഥാനിലെ ഏറ്റവും വലുതും പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതുമായ നദിയാണ് സിന്ധു. ഏതു നദീതടത്തിലാണ് മോഹൻജോദാരോ സ്ഥിതി ചെയ്തിരുന്നത്? ആൻസറാണ് സിന്ധു നദീതീരത്ത്. സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ച്? ആൻസർ കറാച്ചി. സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത് കറാച്ചിയിൽ വെച്ചാണ്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം. ആൻസർ 1960 സെപ്റ്റംബർ 19. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച നേതാക്കൾ ആരെല്ലാം? ആൻസർ ജവഹർലാൽ നെഹ്റു, അയൂബ് ഖാൻ. സിന്ധു നദീജല കരാർ മധ്യസ്ഥത വഹിച്ച സംഘടന ഏത്? ആൻസർ ലോക ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി. ആൻസർ ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദിയാണ്. ആൻസർ ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി. ആൻസർ ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം. ആൻസർ ചെമയുങ്തുങ് ഗ്ലേസിയർ. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ചെമയുങ്തുങ് ഗ്ലേസിയർ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര്. ആൻസർ സാങ്പോ. യെർലങ് സാങ്പോ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻസിൽ രണ്ടും കാണും. ബ്രഹ്മപുത്ര ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? ആൻസർ അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? ആൻസറാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര്. ആൻസർ ദിഹാങ്. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ആൻസർ ബ്രഹ്മപുത്ര. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ സാമീപ്യം കൊണ്ട് പ്രശസ്തമായ ആസമിലെ ഏതു ദേശീയോദ്യാനത്തിൻ്റെ സമീപത്തുകൂടെയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്? ആൻസർ കാസിരംഗ ദേശീയോദ്യാനം. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? ആൻസർ മാജുലി ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി ദ്വീപ്. ബംഗ്ലാദേശിലേക്ക് ബ്രഹ്മപുത്ര പ്രവേശിക്കുന്നത് ഏത് കുന്നുകളെ ചുറ്റിയാണ്? ആൻസർ ഗാരോ കുന്നുകൾ. ബംഗ്ലാദേശിലേക്ക് ബ്രഹ്മപുത്ര പ്രവേശിക്കുന്നത് ഗാരോ കുന്നുകളെ ചുറ്റിയാണ്. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര്. ആൻസർ ജമുന. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വേഗം കൂടിയ പോഷക നദി. ആൻസർ ടീസ്റ്റ. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വേഗം കൂടിയ പോഷക നദിയാണ് ടീസ്റ്റ. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി. ആൻസർ റിഹന്ത് നദി. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് റിഹന്ത് നദി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത്. ആൻസർ കോസി.
ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്ന നദിയാണ് കോസി നദി. ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ് ബ്രഹ്മപുത്ര. നംച ബർവ പർവ്വതത്തെ ചുറ്റി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദി. ആൻസർ ബ്രഹ്മപുത്ര. നംച ബർവ പർവ്വതത്തെ ചുറ്റി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി. ആൻസർ സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. വൈഷ്ണവ സത്രങ്ങൾക്ക് പ്രസിദ്ധമായ അസമിലെ വിനോദസഞ്ചാര കേന്ദ്രം. ആൻസർ മാജുലി. വൈഷ്ണവ സത്രങ്ങൾക്ക് പ്രസിദ്ധമായ അസമിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് മാജുലി. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല. ആൻസർ മാജുലി. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയാണ് മാജുലി. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏത്? ആൻസർ ടീസ്റ്റ. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ടീസ്റ്റ. ചുവന്ന നദി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി. ആൻസർ ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി. ആൻസർ യമുന. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് യമുന. ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാന നഗരം. ആൻസർ പട്ന. ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാന നഗരമാണ് പട്ന. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി. ആൻസർ രാംഗംഗ. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. ഗംഗയ്ക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ച അണക്കെട്ട്. ആൻസർ ഫറാഖ ബാരേജ്. ഗംഗയ്ക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ച അണക്കെട്ടാണ് ഫറാഖ ബാരേജ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏതാണ്? ആൻസർ സുന്ദർബൻ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏതാണ്? ആൻസർ സുന്ദർബൻ. അടുത്തത് ഉപദ്വീപീയ നദികളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നോക്കാം. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി. ആൻസർ നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. ആൻസർ നർമ്മദ. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആൻസർ അമർഖണ്ഡക് കുന്നുകൾ. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് അമർഖണ്ഡക് കുന്നുകൾ. നർമ്മദ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ആൻസർ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. നർമ്മദ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിലെ ഏത് പട്ടണത്തെ ചുറ്റിയാണ് നർമ്മദ നദി ഒഴുകുന്നത്? ആൻസർ ജബൽപൂർ. മധ്യപ്രദേശിലെ ഏത് പട്ടണത്തെ ചുറ്റിയാണ് നർമ്മദ നദി ഒഴുകുന്നത്? ആൻസർ ജബൽപൂർ. കൻഹ നാഷണൽ പാർക്കിന് സമീപത്തുകൂടെ ഒഴുകുന്ന നദി. ആൻസർ നർമ്മദ. കൻഹ നാഷണൽ പാർക്കിന് സമീപത്തുകൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടം. ആൻസർ ദുവാൻധർ വെള്ളച്ചാട്ടം. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടമാണ് ദുവാൻധർ വെള്ളച്ചാട്ടം. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി. ആൻസർ കൃഷ്ണ. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ. ഗുജറാത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെട്ടിരുന്ന നദി. ഗുജറാത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് നർമ്മദ നദിയാണ്. നർമ്മദ നദീജല തർക്ക പരിഹാരത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏത്? ആൻസർ ഡോക്ടർ ഘോസ്ല കമ്മിറ്റി. നർമ്മദ നദീജല തർക്ക പരിഹാരത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡോക്ടർ ഘോസ്ല കമ്മിറ്റി. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്ന വർഷം. ആൻസർ 1969. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്ന വർഷമാണ് 1969. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ആൻസർ നർമ്മദ. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. സർദാർ സരോവർ പദ്ധതിക്കെതിരെ സമരം ചെയ്ത സംഘടന ഏത്? ആൻസർ നർമ്മദ ബച്ചാവോ ആന്തോളൻ. സർദാർ സരോവർ പദ്ധതിക്കെതിരെ സമരം ചെയ്ത സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ നദിയുടെ പതനസ്ഥാനം.
ആൻസർ അറബിക്കടൽ. നർമ്മദ നദിയുടെ പതന സ്ഥാനമാണ് അറബിക്കടൽ. ഉപദ്വീപീയ ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ടാമത്തെ വലിയ നദി. ആൻസർ താപ്തി. ഉപദ്വീപീയ ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. നർമ്മദ ഗോദാവരി നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. ആൻസർ താപ്തി. നർമ്മദ ഗോദാവരി നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. താപ്തി നദിയുടെ ഉത്ഭവസ്ഥാനം. ആൻസർ മുൾട്ടായി മലനിര. താപ്തി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് മുൾട്ടായി മലനിര. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ. ഉക്കായി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസർ താപ്തി. ഉക്കായി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസറാണ് താപ്തി. സൂറത്ത് പട്ടണത്തിന് സമീപത്തുകൂടെ ഒഴുകുന്ന നദി. ആൻസർ താപ്തി. സൂറത്ത് പട്ടണത്തിന് സമീപത്തുകൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ആൻസർ മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം. ആൻസർ റായ്പൂർ. ഛത്തീസ്ഗഡിലെ റായ്പൂർ ആണ് മഹാനദിയുടെ ഉത്ഭവസ്ഥാനം. പാരാദ്വീപ് തുറമുഖം ഏത് നദിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ മഹാനദി. പാരാദ്വീപ് തുറമുഖം ഏത് നദിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസറാണ് മഹാനദി. മഹാനദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പോഷക നദി ഏത്? ആൻസർ ഷിയോനാഥ്. മഹാനദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പോഷക നദിയാണ് ഷിയോനാഥ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നദി. ആൻസറാണ് ഷിയോനാഥ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നദിയാണ് ഷിയോനാഥ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാലും ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം. ആൻസർ ബ്രഹ്മഗിരി കുന്നുകൾ. ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. ഉപദ്വീപീയ ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി. ആൻസർ കൃഷ്ണ. ഉപദ്വീപീയ ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം. ആൻസർ മഹാബലേശ്വർ. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് മഹാബലേശ്വർ. അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏത്? ആൻസറാണ് കൃഷ്ണ. അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ. കർണാടകയിലെ കുടക് ജില്ലയിലെ തലക്കാവേരിയിൽ ഉത്ഭവിക്കുന്ന നദി. ആൻസർ കാവേരി. കർണാടകയിലെ കുടക് ജില്ലയിലെ തലക്കാവേരിയിൽ ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. കൃഷ്ണരാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ആൻസർ കാവേരി. കൃഷ്ണരാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ആൻസർ കാവേരി. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ശിവസമുദ്രം. ശിവസമുദ്രമെന്നോ അല്ലെ ശിവാന സമുദ്രമെന്നോ കാണും ചിലപ്പോൾ ഓപ്ഷനിൽ. രണ്ട് ശരിയാണ്. ശിവാന സമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി. ആൻസർ കാവേരി. മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. കാവേരി നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ. ആൻസർ കേരളം, തമിഴ്നാട്, കർണാടക. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ആൻസർ കോസി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ആൻസർ ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മണ്ഡോവി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മണ്ഡോവി. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇതിൽ കൂടുതൽ ഡീപ്പായിട്ടൊന്നും എന്തായാലും നമുക്ക് ചോദിക്കാനില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് തന്നെ ഇന്ത്യയിലെ നദികൾ എന്നുള്ളൊരു പോർഷനിൽ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്.